ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന തരത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് തിളച്ച് പോകേണ്ട ആവശ്യമില്ല. എന്നാൽ നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അതിനുശേഷം ആ ചൂടോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു സ്പൂണ് വെച്ചിട്ട് ആദ്യം തന്നെ നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചൂടുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് ചെയ്യരുത്. ഒരു സ്പൂൺ വെച്ചിട്ട് ആദ്യം എല്ലായിടത്തും ഈ ഒരു വെള്ളം തട്ടുന്ന രീതിയിൽ നമുക്ക് ആദ്യം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ നമ്മളിത് കുഴച്ചെടുക്കുന്നത്. ഇനി ഇത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളം ഞാനിതിന് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് കുഴച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് ആവശ്യമായിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്ക് ആ വെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ തന്നെ നമുക്കിതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ ഈ ഒരു സമയത്താണ് ചേർത്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പം നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ അത്രയും അങ്ങോട്ട് മയത്തിൽ കുഴച്ചെടുക്കണമെന്നൊന്നുമില്ല. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞല്ലോ, 1.5 കപ്പ് വെള്ളം ഞാൻ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസുകളാക്കിയിട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് നീട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് ബോൾസാക്കി എടുക്കാൻ എളുപ്പമാണ്. എന്നിട്ട് ഒരേ വലുപ്പത്തിലുള്ള ബോൾസൊക്കെ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ നമുക്കത് തയ്യാറാക്കുമ്പോഴും നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, ഒന്ന് മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കൊരു കുക്കറിലേക്ക് കുറച്ച് ചിക്കൻ, ഒരു 5-6 പീസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അധികം ഒന്നും വേണ്ട, നമുക്കൊരു 5-6 പീസ് തന്നെ മതിയായിരിക്കും. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ഉപ്പ് കൂടി ചേർത്തിട്ട് ഒരു 2-3 സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു 1-2 വിസിൽ നമുക്കൊന്ന് അടുപ്പിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് വേവട്ടെ. ഇനി നമുക്ക് മറ്റൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മീഡിയം സൈസിലുള്ള 2 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട്, കനം കുറച്ച് അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി എരിവിന് ആവശ്യമായിട്ട് കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ 1-2 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ഒരു കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കിഴങ്ങ് അരിഞ്ഞതിന് ശേഷം 1-2 പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ആ ഒരു ഇത് പോയി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളിയാണ്. വലിയൊരു തക്കാളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ തന്നെ നമുക്ക് മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം അളവിൽ നമ്മൾ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി വെക്കണം. അപ്പോൾ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചക്കുത്തൽ മാറണ വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആഫ്രിക്കൻ മല്ലിയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇതെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് സാധാരണ മല്ലിയില എടുത്താലും മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 2 സ്പൂണൊക്കെ തന്നെ മതിയായിരിക്കും കേട്ടോ. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് വേവാനായിട്ട്
മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ 2 വിസിലടുപ്പിച്ചിട്ട് നമ്മുടെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞ് അരഞ്ഞ് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് നല്ലൊരു മണമൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കിഴങ്ങൊക്കെ ഇതേപോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് ആവേണ്ടത് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ പീസുകൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ചിക്കൻ വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കുറച്ച് വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്നുകൂടി ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു വെള്ളമൊക്കെ വറ്റി നമ്മുടെ ആ ഒരു മസാലയൊക്കെ ആ ചിക്കനിലേക്കും എല്ലാം ഒന്ന് കറക്റ്റായിട്ടുള്ള രീതിയിൽ പിടിക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതാ ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആ മസാലയും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പത്തിരി പ്രസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡിലും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഗോതമ്പ് പൊടിയുടെ മാവ് നമുക്കിങ്ങനെ ഓരോ ബോൾസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒരെണ്ണം ഈ രീതിയിലൊന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരെണ്ണം കൂടി ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ നമ്മൾ പ്രസ്സിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കേണ്ട ബുദ്ധിമുട്ട് ഇല്ല കേട്ടോ. അല്ലെങ്കിൽ പരത്തിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ ചേർത്തിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ നമ്മൾ എക്സ്ട്രാ പൊടികളൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതേപോലെ നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരു സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡ് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതേപോലെ നമുക്ക് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അധികം വലിപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു ചെറിയൊരു പൂരിയുടെയൊക്കെ വലുപ്പത്തിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു പാനിലേക്ക് ഒരല്പം മാത്രം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു സൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുകൾ വശത്തും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ നമ്മൾ വേവിച്ചെടുത്തത് കൊണ്ട് നമുക്ക് അധിക സമയം കുക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല. അതുപോലെ തന്നെ വളരെ കുറച്ച് ഓയിൽ മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ ഇതിനിങ്ങനെ പരത്തിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് അതിൻ്റെ സൈഡ് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതും ഒരു ചെറിയൊരു ഡിസൈനും വരും. മാത്രമല്ല നന്നായിട്ട് തന്നെ ലോക്കായിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിൻ്റെ ഷേപ്പിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതിലുള്ള ആ ഒരു ഫില്ലിങ്ങൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എന്നും നമ്മൾ ചപ്പാത്തി, പൂരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിച്ച് മടുത്തിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഒരല്പം ചിക്കൻ മാറ്റി വെച്ചിട്ട് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളും കറികൾ, ടിപ്സുകൾ, കിച്ചൺ ടിപ്സുകൾ, ഹെയർ ഡൈകൾ, ഹെൽത്ത് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് എല്ലാം നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.